എറണാകുളം ജില്ലയിൽ 5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് നോക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പറ്റിയൊരു ചോയ്സ് ആണ്. അധികം വൈകിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. മുപ്പതോളം വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗത്തേക്ക് 15 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 14 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ അടുത്ത് വരുന്നത് ആലുവയാണ്. 8.4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അമ്പലങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും എല്ലാം തന്നെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല സ്കൂളുകൾ, കോളേജസ് എല്ലാം തന്നെ നമുക്ക് അടുത്തുണ്ട്. എല്ലാ ഭാഗങ്ങളിലേക്കും ഈസി ആക്സസിലുമാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡിസൈനുകളിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഷോലാമ്പ് വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വില്ലകളുടെ എല്ലാം ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ടാർ റോഡ് തന്നെയാണ്, നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ വളരെ മൈൻഡ് ബ്ലോയിങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിറയെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈനുകളാണ്. PVC പാനലിങ്ങുകൾ വരുന്നുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. വലിയ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ കാണുന്ന വർക്കുകളൊക്കെ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഗേറ്റ് തുറന്നിട്ട് വീടിനകത്തേക്ക് പോകാം. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് കാർ പോർച്ചിലേക്കും സറൗണ്ടിങ് ഏരിയാസിലേക്കൊക്കെയാണ്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ടൈലുകൾ തന്നെയാണ്, ചെറിയ ചെറിയ ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോബിൾ സ്റ്റോൺസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. നേരെ വരുന്നത് നമ്മൾ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഇവിടെയായിട്ട് EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് വരുന്നുണ്ട്. മുകൾ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിൽ നമുക്ക് നല്ലൊരു പില്ലർ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു പില്ലർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒന്നാമത്തെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. 2ഉം 3ഉം കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ നമ്മുടെ ഒരു 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് കിണർ കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നമുക്ക് നല്ലൊരു ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ KW വാട്ടർ ആണ്. നേരെ വരുന്ന സമയത്ത് ഇവിടെ ഭംഗിയായിട്ട് ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാട്ടർ ഒക്കെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഒരു വാട്ടർ ഫൗണ്ടൻ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് ടൈലുകളൊക്കെ വിരിച്ചിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ചെറിയൊരു കേജും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഈ ഒരു ഭാഗത്തുള്ള വോളൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ബ്രിക്ക് മോഡലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലാഡിംഗ് ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് ഗ്ലാസ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു ഡബിൾ ഹൈറ്റഡ് ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീടിന്റെ ആ ഒരു മെയിൻ അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന വർക്കുകളാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് നല്ലൊരു ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ചിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല സ്പേഷ്യസ് ആയ ഏരിയകളാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെടിച്ചട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് കാർ പോർച്ചിന്റെ സൈഡിലൂടെ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു വോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്കൊക്കെ വരുന്നതോറും നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മതിലിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ജാളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൈനിങ് സ്പേസ്, കിച്ചൺ, ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിച്ചണിന്റെ ഭാഗത്താണ്. ഇവിടെ നമുക്ക് ഫ്ലോർ ടൈലുകളെല്ലാം വിരിച്ച വർക്ക് ഏരിയക്കായിട്ടുള്ള സ്പേസ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ റൂഫിംഗ് ചെയ്താൽ വർക്ക് ഏരിയ കവർ ചെയ്തെടുക്കാവുന്നതാണ്. വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു.
വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. 2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. 2 പാളിയിൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വെസ്റ്റ് ഫേസിങ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് അകത്തേക്ക് പോവാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വലിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 10 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ വരുന്ന സമയത്ത് ഈ കാണുന്ന ഭാഗത്ത് നോക്കിക്കോളൂ, ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ല സിമ്പിൾ ആയ ഡിസൈനിലാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. സൈഡിൽ ഓപ്പൺ ഷെൽഫുകളും താഴെ കവേർഡ് ആയിട്ടുള്ള ഷെൽഫുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വലിയൊരു ഗ്ലാസ് ഇട്ട ക്ലോസിംഗ് ആണ് വരുന്നത്. നല്ല രീതിയിൽ വെളിച്ചകത്തേക്ക് കടക്കാനായിട്ട് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഷാൻലിയർ വരുന്നുണ്ട്. അതുകൂടാതെ അതിന് ചുറ്റിനുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയാൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ നീളത്തിലുള്ള ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു വോള് കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ് വരുന്നത്. ഗോൾഡൻ ബീഡിങ്ങുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വോള് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്നും ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് വലിയ പാർട്ടീഷൻ വരുന്നുണ്ട്. ഭംഗിയുള്ള ഡിസൈനിലാണ് ആ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാനും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് ചെയ്തിട്ട് മുകൾ ഭാഗത്തൊക്കെ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏകദേശം 10 പേരെ വരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു വുഡൻ കളർ പോലെ വരുന്ന ആ ഒരു വുഡൻ ഫിനിഷ് വരുന്ന ഒരു ടൈല് തന്നെയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇതിന്റെ താഴെയുള്ള ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയ വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബ്ലാക്ക് കളറിലാണ്. സൈഡിലൊക്കെ നോക്കിയാൽ ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെയും കബോർഡുകളായിട്ട് തിരിച്ച് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട്. അതുകൂടാതെ ഇത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നുകൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ് ചെന്നെത്തുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫിന്റെ ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ പാനലിംഗ് വർക്കുകളും അതുപോലെ തന്നെ ചെറിയ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആണ്. ഇവിടെ നിൽക്കുമ്പോൾ മുകളിൽ ഇട്ടിരിക്കുന്ന ഷാൻലിയറും മുകളിൽ ചെയ്തിരിക്കുന്ന റൂഫിലെ വർക്കുകളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ചെറിയൊരു വുഡൻ ബോക്സ് കാണാം. നമുക്ക് കീ ഒക്കെ ഹാങ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ബോക്സ് ആണ്. നമ്മുടെ വീട്ടിലെ എല്ലാ കീസും നമുക്ക് ഇതുപോലെ ഇവിടെ ഹാങ് ചെയ്ത് സേഫ് ആയിട്ട് വെക്കാവുന്നതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഉടനായിട്ടാണ് കവർ ചെയ്തത്. നല്ലൊരു ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്താണ്. അതിന്റെ മിഡിൽ പോർഷനിലായിട്ട് കൂടി നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഒരു വിൻഡോ ബേ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. 2 സൈഡിലും മുകളിലും ഒക്കെ നോക്കിയാൽ കാണാം നിറയെ കബോർഡുകളാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. മുകളിലെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാം പാനലിംഗ് വർക്കാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിന്റെ ഒരു പോർഷൻ നോക്കിയാൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, വളരെ ഭംഗിയായിട്ടുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. റൈറ്റ് സൈഡിലെ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ നമുക്ക് അവിടെ ആയിട്ട് വാഷിംഗ് കൗണ്ടർ കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഓൾറെഡി ഗ്ലാസ് വെച്ചിട്ട് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ തെറയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കേബിൾസും സ്വിച്ചസും വയേഴ്സ് ഒക്കെ വന്നിട്ട് വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കോർണർ പൊസിഷനിൽ നമുക്ക് ഇതുപോലെ ഒരു ഷെൽഫ് അറേഞ്ച്മെന്റ് കൂടി കൊടുത്തിട്ടുണ്ട്.
രണ്ടാമത്തെ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. നല്ല വലുപ്പത്തിൽ തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് ഈ ഒരു വോളിലാണ്. വിൻഡോസിന്റെ രണ്ട് സൈഡിലും നിറയെ വാർഡ്രോബ്സ് ആണ് ചെയ്തിരിക്കുന്നത്. താഴെയെല്ലാം തന്നെ വാർഡ്രോബുകളാണ് രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു മിറർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. റൂഫില് സിമ്പിളായ വർക്കുകളാണ്. ഒരു പോർഷനിൽ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളിലെല്ലാം LED സ്ട്രിപ്പുകളും ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് നമുക്ക് കാണാനുള്ളത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം തന്നെ നിറയെ ക്രോക്കറി ഷെൽഫുകളാണ്. അകത്തെല്ലാം തന്നെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളൊക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന എൻട്രൻസിന്റെ ഭാഗങ്ങളെല്ലാം വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ വാസ്തുപരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്തെല്ലാം നോക്കിയാൽ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കിക്കോളൂ. മുകളിലെല്ലാം തന്നെ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാസ്ക്കറ്റ്സ് എല്ലാം തന്നെ താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് കളർ ടൈലാണ് വരുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റിയർ പ്ലെയിൻസിന്റെ ഒരു ചിമ്മിണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു 4 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. വർക്ക് ഏരിയയുടെ ആ ഒരു പോർഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്. കിച്ചണിന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ചെറിയ ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴികളിലെല്ലാം ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ട് നല്ലൊരു ഓപ്പണിംഗ് പോലെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് ടഫന്റെ ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡബിൾ സേഫ്റ്റിക്കായിട്ട് അകത്തോട് തന്നെ അയൺ ബാറുകളും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കടക്കാനായിട്ട് ഈ ഒരു എൻട്രൻസ് ഹെൽപ്ഫുൾ ആണ്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വുഡൻ കളർ വരുന്ന ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, സൈഡിലൊക്കെ ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ച് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ സേഫ് ആയിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന താഴെയുള്ള ഭാഗം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ട ഏരിയയാണ്. നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ് താഴെ വരുന്നത്. മുകളിൽ ചെയ്തിരിക്കുന്ന വർക്കുകളും ഹാങ്ങിങ് ലൈറ്റൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി അടുത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡില് താഴത്തെ സെയിം മോഡൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. താഴെ എല്ലാം തന്നെ ഡോറുകൾ വെച്ച് ക്ലോസ് ചെയ്തിട്ടാണ് കബോർഡ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം ഈ ഹോളിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. അത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. യൂട്ടിലിറ്റി സ്പേസ് നോക്കുവാണെങ്കിൽ ഫ്ലോർ ടൈലിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ഒരു കോൺക്രീറ്റ് ചെയ്തൊരു റൂം ആയിട്ട് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു റൂമിന്റെ പർപ്പസിന് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസും അതുപോലെ വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള യൂട്ടിലിറ്റി വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്പുകളെല്ലാം തന്നെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ ടെറസിലേക്കാണ് പോകുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഇതുപോലെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണെങ്കിലും ചെറിയൊരു ഷെൽഫ് ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ വിൻഡോ വരുന്നുണ്ട്. വിൻഡോ ബേ കിട്ടുന്നുണ്ട്. 2 സൈഡിലും താഴെയും നിറയെ കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്.
മിഡിൽ പോർഷനിൽ വരുന്ന നമുക്ക് ഈ കാണുന്ന ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇവിടെ ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് കൊടുത്തിട്ട് അതിനകത്തെല്ലാം തന്നെ ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമാണ് നമുക്കിനി കാണേണ്ടത്. TV യൂണിറ്റിന്റെ അടുത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് അവിടെയായിട്ടാണ് വിൻഡോസ് വരുന്നത്. വിൻഡോസിന്റെ 2 സൈഡിൽ നോക്കുവാണെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കബോർഡുകൾ, വാർഡ്രോബ്സ് വരുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിൽ സെയിം തന്നെ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ബ്ലൂ കളറും വൈറ്റും കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു വാഷിംഗ് കൗണ്ടർ കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഓൾറെഡി സെപ്പറേഷൻ വരുന്നത്. 4ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ TV യൂണിറ്റിന്റെ അടുത്തൂടെ വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്. അതാണ് നമ്മളുടെ മെയിൻ ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വളരെ സ്പേസ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് പോകുന്ന റോഡിലേക്കുള്ള ആ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഹാൻഡ് റൈൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് കോൺക്രീറ്റിലാണ് വരുന്നത്. അതിന്റെ മുകളിലും ആ ഒരു വുഡൻ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് വലിയ റൗണ്ട് ഷേപ്പിൽ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പൂക്കാട്ടുപടി റൂട്ടിലാണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റേഴ്സ് മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. 30-35ഓളം വില്ലകൾ വരുന്ന പ്രൊജക്ട് ആണ്. പല വീടുകളിലും ആളുകൾ താമസമായി, ചില വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് സെയിലിന് റെഡിയായി നിൽക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല ഡെവലപ്മെന്റ്സിന്റെ ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ. എല്ലാ സൗകര്യങ്ങളും, സ്കൂളുകളും കോളേജസും അതുപോലെ തന്നെ നമുക്ക് മതപരമായിട്ട് പോകേണ്ട ആരാധനാലയങ്ങൾ എല്ലാം തന്നെ, ഹോസ്പിറ്റലുകൾ എല്ലാം വളരെ നിയർ ബൈ ആയിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5 സെന്റ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2300 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 2 ബാത്റൂമുകളിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്നുണ്ട്. ബാക്കിയുള്ള 2 റൂമുകളും അതുപോലെ തന്നെ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. എന്ത് സൗകര്യമാണ് ഇല്ലാത്തതെന്ന് അതാ നിങ്ങൾ ചോദിക്കുക. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,10,00,000 രൂപയാണ്. 1.10 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീടിന് ലോൺ ഫെസിലിറ്റി വേണമെങ്കിലും തീർച്ചയായിട്ടും അതും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് സെയിലിനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർബിൾ ഹോംസിലേക്ക് വിളിക്കാവുന്നതാണ്. അധികമൊന്നും പഴക്കമില്ലാത്ത പ്രോപ്പർട്ടീസ് ആണ്, അതും ആൾ താമസമില്ലാത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവർക്കും കൂടി അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ മാർബിൾ ഹോംസിലേക്ക് വിളിച്ചറിയിക്കുക. എറണാകുളം ജില്ലയിൽ ഞങ്ങൾക്ക് എത്താവുന്ന ആ ഒരു ലിമിറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഞങ്ങൾ വീഡിയോസ് കവർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കവർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. അതുപോലെ തന്നെ ലോൺ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ഷോർട്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതിൽ കാണുന്ന ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് വീഡിയോ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീടിന്റെ മനോഹരമായ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.